ഇലക്ഷൻ ഇനി മണിക്കൂറുകൾ കൂടി ബാക്കിയുണ്ട്. പ്രസ്താവനകളൊക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണൻ എന്ന സ്ഥാനാർത്ഥി പറയുകയുണ്ടായി ഒരു വലിയ പ്രസ്താവന ടിപ്പു സുൽത്താനെ കുറിച്ച്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരിന് ആവശ്യം ഒരു മുസ്ലിം MLA അല്ല, ഒരു ഹിന്ദു MLA ആണെന്ന്. സാർ ആ പ്രസ്താവന കേട്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്താണ് സാറിന് അത് കേട്ടപ്പോൾ തോന്നിയത്? എന്താണ്? അതായത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഘടനാപരമായി നടക്കുന്ന ഒരു സംഗതിയാണ്. സമുദായങ്ങൾ തമ്മിലുള്ള മത്സരമല്ല. അങ്ങനെ സമുദായ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഓരോ സമുദായത്തിനും പറ്റിയ ആളുകളെ ഓരോ സ്ഥലത്തും മത്സരിപ്പിച്ച് അതിൽ ജാതി നോക്കിയൊക്കെ സംഗതികൾ അനുസരിച്ച് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഗോപാലകൃഷ്ണന് ആദ്യം സീറ്റ് കിട്ടിയില്ലായിരുന്നു. അണ്ണന് പിന്നെ വൈകിയാണ് കിട്ടിയത്. അപ്പോൾ അണ്ണന് കിട്ടിയത് ഗുരുവായൂരാണ്. ഇപ്പം നമ്മൾ സാറിന് പറയത്തില്ലേ, ഗുരുവായൂർ വന്നൊരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞ് റെഡിയായി നിന്നപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഈ ഇലക്ഷന് പറയാൻ പറ്റിയതെന്ന് തോന്നിയപ്പം ഗോപാലകൃഷ്ണൻ്റെ മനസ്സിൽ വന്ന ഒരു സംഗതിയാണ്, നമുക്കെന്നാ ഈ സാധനം എടുത്ത് പ്രയോഗിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ഗുരുവായൂർ ക്ഷേത്രവും അതിൻ്റെ പരിസരവും ആ നാടുമൊക്കെയായി മനുഷ്യർ ഇരചേർന്ന് ജീവിക്കുന്ന ഒരുപാട് ജീവിതമുണ്ട്. അതിപ്പം നമ്മൾ കേരളത്തിൻ്റെ ഓരോ മണ്ഡലങ്ങൾ എടുത്ത് നോക്കിയാൽ ആ മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ ആളുകൾ കുറച്ച് കൂടുതൽ കാണും. പക്ഷേ അവർ ആചാരപരമായും വിശ്വാസപരമായും സമുദായമായിരിക്കുമ്പോൾ തന്നെ അവരുടെ രാഷ്ട്രീയം എൻ്റയർലി ഡിഫറൻ്റ് ആയിരിക്കും, പലതരത്തിലായിരിക്കും. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ, ഈ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അക്കണക്കിന് പൊന്നാനി മണ്ഡലം എന്ന് പറയുന്നത്. സൈനുദ്ദീൻ മക്തൂം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്ഥാപിച്ച ഒരു പള്ളിയും ഖബറുമൊക്കെ അടങ്ങിയ ആ വലിയ പള്ളി സമുച്ചയം എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം ആഗമനത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്ന പള്ളികളിലൊന്നാണ്. അവിടെ മുസ്ലിം സാമാന്യം ഒരു വലിയ ശക്തിയുമാണ്. പക്ഷേ അവിടെ ഇപ്പോൾ നിലവിൽ MLA എന്ന് പറയുന്നത് നന്ദകുമാർ എന്ന് പറയുന്ന ഒരാളാണ്. ഇതിന് തൊട്ടു മുമ്പ് അവിടെ MLA മാരായിരുന്നവർ ഒന്ന് പഴയ മന്ത്രി MP ഗംഗാധരൻ ഉണ്ടായിരുന്നു, കേരള നിയമസഭയുടെ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ K കുഞ്ഞമ്പു ഉണ്ടായിരുന്നു, PT മോഹനകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു, പിന്നീട് ദേവസ്വം ബോർഡ് ചെയർമാനൊക്കെ ആയി. അപ്പോൾ അദ്ദേഹം അടക്കമുള്ള ആളുകളാണ് അവിടെ MLA ആയത്. അവിടെ എങ്ങും ഈ പറയുന്ന സൈനുദ്ദീൻ കുഞ്ഞ്, അന്തർമാൻ കുഞ്ഞ്, അലിയാർ കുഞ്ഞ് എന്ന് പറയുന്ന അവിടെ സൈനുദ്ദീൻ മഖ്ദൂം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വേണമെന്നും അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാർ പറയുകയാണ്. ഇതെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമാണ്. അല്ലാതെ ഒരിക്കലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഉള്ളതുകൊണ്ട് മുസ്ലിം ലീഗിന് വേണം, അവിടുത്തെ പള്ളി ഞങ്ങളുടെ ഇവിടുത്തെ മക്കയാണിത് എന്നും പറഞ്ഞൊന്നും ആരും ചോദിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അവിടുത്തെ ഒരു രീതിയും ഏർപ്പാടുമൊക്കെ നിലനിന്ന് പോകുന്നത്. അവിടെ വ്യാപാര സ്ഥാപനങ്ങളും കച്ചവടങ്ങളും സ്ഥാപനങ്ങളും എല്ലാം മുസ്ലിംസും ഹിന്ദുക്കളും എല്ലാം പരസ്പരം നടത്തുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. ഇപ്പോൾ ഭീമാ പള്ളിയുടെ പരിസരത്ത് ചെന്നാൽ അവിടെ മുഴുവൻ മുസ്ലിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു നിലപാടൊന്നുമില്ല. നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ചെന്നാൽ അകത്തും പുറത്തുമെല്ലാം ഹോട്ടലുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാ സമുദായത്തിൽപ്പെട്ടവരും നടത്തുന്നുണ്ട്. തുണിക്കട, ഹോട്ടൽ ഒക്കെ നടത്തുന്നുണ്ട്. അതുപോലെ ഗുരുവായൂരിലും ഉണ്ട്. അപ്പോൾ അണ്ണനിപ്പോൾ അവിടെ ചെന്നിട്ട് ഒന്ന് കലക്കി മറിക്കാം, അവിടെ എല്ലാം ഒന്ന് സംഗതിയെല്ലാം ഒന്ന് താളം തെറ്റിക്കാം എന്നൊക്കെ പറയുന്ന ഒരു അഭ്യാസം കൊണ്ട് അവിടെ ചെന്ന് അടിക്കുന്ന ഒരു പാഴടി മാത്രമാണ്. ഇത് നല്ല ഹിന്ദുക്കൾ ചിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രം മോഷ്ടിച്ചതിന് പിടിച്ചതൊരു BJP നേതാവിനെ. ഇതൊക്കെ മോഷ്ടിക്കുന്നതിന് ഇപ്പോൾ ശബരിമല കൊള്ള വേറെ ഏതാണ്ട് സമുദായക്കാരാണോ ചെയ്തത്? ഒന്നുമല്ല, അകത്തുനിന്ന് തന്നെയാണ് ചെയ്തത്. അതിൽ ഒരുപാട് പേര് സംശയത്തിൻ്റെ നിഴലില്ല. പിന്നെ പലരും അതിനകത്ത് കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ പോലുമാണ് അതെല്ലാം കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോയി പലർക്കും കൊടുത്തു എന്ന് പറയുന്നത്. എന്നാൽ അവിടെ പുറത്ത് തേങ്ങ ലേലം പിടിക്കുകയും പിന്നെ അതുപോലുള്ള സാധനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വേറെ സമുദായക്കാരുണ്ട്. അവർക്ക് ആർക്കും അയ്യപ്പനെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ഒക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവരെ അകത്ത് കയറ്റാത്തതുകൊണ്ടാണ്. അവരെ കയറ്റിയായിരുന്നെങ്കിൽ അവരും ഈ കച്ചവടത്തിൽ പങ്കാളിയാനെ. അപ്പോൾ അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത് ഒരു ഹിന്ദുവായ അണ്ണനെ MLA ആക്കിയാൽ മുസ്ലിം MLAക്ക് എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കയറാനൊക്കത്തില്ല. അണ്ണനാകുമ്പോൾ കയറി എന്തെങ്കിലുമൊക്കെ തട്ടാം എന്നുള്ള രീതിയില്ല. പിന്നെ ഞാനൊരു കേട്ട കഥയുണ്ട്. ഈ ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ച് ഞാൻ കേട്ടൊരു കഥയാണ്. അതായത് ഈ പട്ടാമ്പിക്കടുത്ത് തിരുവേഗപ്പുറ എന്നാണ് തോന്നുന്നു, തിരുവേഗപ്പുറത്തെന്ന് പറയുന്ന തിരുവേഗപ്പുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, പട്ടാമ്പിക്കടുത്താണ്. അവിടെ ഒരു മുഹമ്മദ് കുട്ടി എന്ന് പറയുന്ന ഒരു ആളും അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബവും ഉണ്ടായിരുന്നു. അവർ ബാംഗ്ലൂരിൽ പിന്നെ ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഗവൺമെൻറ് റെസ്റ്റ് ഹൗസും ഒക്കെ നടത്തിക്കൊണ്ട് പോരുന്ന ആ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്ന ഔദ്യോഗിക സംവിധാനങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അവിടെ ആയിരിക്കുന്ന സമയത്ത് ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരാളായിട്ട്
തിപ്പസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നാ ഓർമ്മ, ഞാൻ പണ്ട് വായിച്ചതാണ്. അദ്ദേഹം ഒരു ഇലക്ഷന് മത്സരിച്ചു. അദ്ദേഹം പരാജയപ്പെട്ടു. വളരെ നിരാശനായിട്ട് ഇദ്ദേഹത്തിനോട് വന്നിരുന്ന് ഈ നിരാശയൊക്കെ പറഞ്ഞ് പ്രയാസമൊക്കെ പറഞ്ഞപ്പോൾ ഈ മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലിങ്ങനെ പിന്നെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നൊരു ക്ഷേത്രമുണ്ട്. അത് ഇങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രമാണ്. ഹൈന്ദവ മതവിശ്വാസികളായ ആളുകൾ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ അവരുടെ കാര്യങ്ങൾ നടക്കും എന്ന് ഞാൻ പറയുന്ന പലരും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ഒരു പ്രാവശ്യം വന്ന് ഇങ്ങനെ അവിടെ വേണ്ട എന്താണെന്ന് വെച്ചാൽ സമർപ്പിച്ച് അതിന് പിന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ തിപ്പസ്വാമി ഇവിടെ വന്നു. അദ്ദേഹം എന്തോ കദളിക്കൊലയൊക്കെ വെച്ച് കണ്ണന് പിന്നെ ഇതൊക്കെ വെച്ച് നേദിച്ചു. അദ്ദേഹം അടുത്ത ഇലക്ഷനിൽ മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി. അപ്പം മന്ത്രിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം വീണ്ടും ക്ഷേത്രത്തിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറയുന്നൊരു സാധനമാണ് ഞാനിങ്ങനെ എവിടെയോ വായിക്കുകയോ പറയുകയോ ചെയ്തൊരു ഓർമ്മയാണ് എൻ്റെ. അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഒരു ഹിന്ദു മുസ്ലിം ഇസ്ലാം മത വിശ്വാസിയാണ്. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്നില്ല, പ്രവേശനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ഹിന്ദുമത വിശ്വാസിയുടെ വിശ്വാസം അങ്ങനെ ആയതുകൊണ്ട് അതിനെ അദ്ദേഹം ഗൈഡ് ചെയ്ത് അവിടെ പോകാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാര്യം നടന്നു. അതിൽ സന്തോഷമല്ല. അതിന് പകരം എന്നാൽ തിപ്പസ്വാമി മതം മാറി ഇസ്ലാം മതത്തിലേക്ക് പോകാം. ഇങ്ങനെയുള്ള ഒരുപാട് മാതൃകകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ഈ പറഞ്ഞ ആറ്റുകാൽ പൊങ്കാല വന്ന സമയത്ത് നോമ്പായിരുന്നിട്ട് പോലും ആ നോമ്പുള്ളതിനോടുകൂടി തന്നെ അവർക്ക് ഉപകാരങ്ങൾ ചെയ്യണമെന്നും നമ്മുടെ ഗേറ്റുകൾ തുറന്നിട്ട് കൊടുക്കണമെന്നും അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും അവർക്ക് വെള്ളം കൊടുക്കണമെന്നും പ്രസംഗിച്ചത് പാളയംപള്ളിയിൽ ഇമാമ മൈക്കിലൂടെ വിശ്വാസികളോട് അവിടെ തുറന്നു കൊടുത്തിട്ട്. എന്നിട്ട് അവിടെ ഈ മതത്തിനകത്തുള്ള ഒരു ഗോപാലകൃഷ്ണൻ കുഞ്ഞുമാരും ചാടി എഴുന്നേറ്റ് എന്തോ പറഞ്ഞത്, അങ്ങനെ ഹിന്ദുക്കൾക്ക് എന്തോ കൊടുക്കണമെന്ന് പറയുന്നത് ആരും ചോദിച്ചില്ലല്ലോ. എല്ലാവരും ആ പ്രസ്താവനയെ നെഞ്ചോടെ ഏറ്റുകയായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പല സ്ഥലങ്ങളിലും പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. ഇതൊന്നും ഗോപാലകൃഷ്ണനെ പിടിക്കില്ല. ഞാനൊരു കാർഡ് കണ്ടു, സത്യമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നുണ്ട്. പുള്ളി ചെറുപ്പം മുതലേ പുള്ളിക്ക് പൈൽസിൻ്റെയും ഈ അൾസറിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വെളിച്ചെണ്ണ കൂട്ടിയായിരുന്നു എല്ലാം കഴിച്ചിരുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് സത്യമാണോന്ന് എനിക്കറിയില്ലേ. പക്ഷേ ഇവരുടെ എല്ലാം പൊതു പെരുമാറ്റം കാണുമ്പം ഇവർക്കെല്ലാം സവിശേഷമായ ഒരു പൈൽസ് ഉണ്ടെന്ന് തോന്നിപ്പോവും. അല്ലെങ്കിൽ എന്തിനാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നാടിനെക്കുറിച്ച് ഇങ്ങനൊരു വൈരുദ്ധ്യം പറഞ്ഞു പടർത്തുന്നത്? കഴിഞ്ഞ ദിവസം അത് ശരിയാണ് സാറ് പറഞ്ഞത്. ഈ എല്ലാ ഇതിൽ നിൽക്കുന്ന ഈ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന മിക്ക കാൻഡിഡേറ്റ്സും ഒരേപോലെയുള്ള മണ്ടത്തരങ്ങളും വിടുവായിത്തരങ്ങളും പറയുന്നതായിട്ട് എനിക്ക് തോന്നി. വിടുവായിത്തരവും മണ്ടത്തരവും ആണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ സഹിക്കാം, അവർക്ക് അറിവില്ലാതെ പറയുകയാണ്. അല്ലെങ്കിൽ ഇതങ്ങനെയല്ല, ഇത് ആസൂത്രിതമായ ഒരു വിദ്വേഷം ഉണ്ടാക്കാൻ പറയുക. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഈ രജ്ദീപ് സർദേശായി എന്ന് പറയുന്ന വലിയൊരു മാധ്യമ പ്രവർത്തകനുണ്ടല്ലോ ഇന്ത്യയിലെ, അദ്ദേഹം കേരളത്തിലെ ഈ പിന്നെ എന്താ പറയുക, കേരളത്തിലെ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഇലക്ഷൻ പ്രഭാഷണം അനാലിസിസ് 10-20 മിനിറ്റ് ഉണ്ട്. അത് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കേരളം ഒരു സവിശേഷമായ ലാൻഡാണ്. ഇന്ത്യയിൽ ആ സവിശേഷത കേരളത്തിന് മാത്രമേ അവകാശപ്പെടാനൊക്കെ ഉള്ളൂ. ഞാൻ രാവിലെ കഴിച്ചത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ്. ഉച്ചയ്ക്ക് ഞാൻ സുന്ദരമായ ബീഫ് ബിരിയാണി കഴിച്ചു. അന്ന് ദിവസം തന്നെ വൈകിട്ട് ഞാൻ പോർക്കും ചപ്പാത്തിയും കഴിച്ചു. ഇങ്ങനെ നമ്മുടെ ചോയ്സിന് നമുക്കിഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് കഴിക്കാൻ കഴിയുന്ന ഏക നാട് കേരളമാണ്. ഞാനിന്ന് ഓർത്തു, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ അവിടെ ക്ഷേത്രവിശ്വാസികളായ ധാരാളം പേര് വരുന്നുണ്ട്. ഞാനതിൻ്റെ എതിർവശത്തുള്ള ഒരു ഹോട്ടലിൽ രാവിലെ ഒരു യാത്ര കഴിഞ്ഞു വന്ന് കുറച്ച് സുഹൃത്തുക്കളുമായിട്ട് പോയപ്പോൾ ചിലർ ബീഫ് വാങ്ങിച്ച് കഴിച്ചു. ആ ബീഫ് കഴിച്ചുകൊണ്ട് നമ്മൾ ആ ക്ഷേത്രമാണ് കാണുന്നത്. പക്ഷേ അവിടെ വരുന്ന വിശ്വാസികൾക്കാർക്കും ഇവിടെ ഇത് വേണ്ടവർ കഴിക്കുന്നതിന് ഒരു വിഷമവും ഇല്ല. അവരും ചിലപ്പോൾ ഇവിടെ വന്ന് നല്ല ബീഫ് കിട്ടുമെന്നും പറഞ്ഞ് കഴിച്ചിട്ട് പോകും. അപ്പോൾ ഈ ഒരു മാതൃക ഭക്ഷണത്തിൽ, വിശ്വാസങ്ങളിൽ, ചേർന്ന് നിൽക്കലിൽ, അത് മലയാളി സെറ്റ് ചെയ്ത, തലമുറകൾ കൊണ്ട് സെറ്റ് ചെയ്ത, ചരിത്രങ്ങളെല്ലാം അറിഞ്ഞും അനുഭവിച്ച ജനിതക ഘടനയിൽ നമ്മൾ രൂപപ്പെടുത്തിയത്. നമ്മൾ ഈ മതങ്ങൾക്കകത്തും മനുഷ്യർക്കിടയിലുമുള്ള ഒരുപാട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനാചാരങ്ങളും ഒക്കെ അനുഭവിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത ഒരു കേരളം മോഡലാണ്. അപ്പോൾ ആ മോഡൽ ഒരു ഗോപാലകൃഷ്ണൻ വന്ന് ജയിക്കാൻ വേണ്ടി കലക്കി എന്ന് വിചാരിച്ച് അത് കലങ്ങൂല എന്നുള്ള മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് സത്യത്തിൽ ഗുരുവായൂരുകാർ തന്നെയാണ്. ഏത് ഗുരുവായൂർ? യൂസുഫ് അലി കേച്ചേരി ഏറ്റവും മനോഹരമായ മലയാള ഗാനരചയിതാക്കളിൽ ഏറ്റവും മനോഹരമായ ശ്രീകൃഷ്ണ കീർത്തനം എഴുതിയത് ഈ യൂസുഫ് അലി കേച്ചേരിയാണ്.
യൂസുഫ് അലി കച്ചേരിക്ക് അദ്ദേഹത്തിൻ്റെ പേരോ വിശ്വാസമോ കുടുംബമോ ഒന്നും അത് എഴുതുന്നതിനൊരു തടസ്സമായില്ല. അപ്പോൾ അതുകൊണ്ട് ആ മാതൃക നമ്മൾ ഈ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, നമ്മൾ ഈ നല്ല ഈ എന്താ പറയുക, ചില പ്രത്യേക സ്ഥലത്തുനിന്ന് ഇപ്പോൾ പശുവിൻ്റെ ശരീരത്തുനിന്ന് ചെള്ള് പറക്കി കളയില്ലേ പണ്ടൊക്കെ, കോഴിപ്പേനൊക്കെ പറക്കി കളയില്ലേ, അതുപോലെ ഗോപാലകൃഷ്ണനെ പോലെയുള്ള ആ സംഗതികളെയൊക്കെ പറക്കി ദൂരോട്ട് കളഞ്ഞിട്ട്